പ്രിയപ്പെട്ട കുട്ടികളെ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ എറേഴ്സ് ഇൻ എ മെഷർമെന്റ് എന്നൊരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് എററുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ടുള്ള മറ്റൊരു ഭാഗത്തിലേക്ക് തന്നെയാണ് നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്. നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് അരിതമെറ്റിക്കൽ ഓപ്പറേഷൻ നടത്തുമ്പോൾ നമ്മൾ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ തുടങ്ങിയ അരിതമെറ്റിക്കൽ ഓപ്പറേഷൻസ് നടത്തുമ്പോൾ എങ്ങനെയാണ് എററുകൾ കമ്പൈൻ ചെയ്യുക എന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം അഡീഷനും സബ്സ്ട്രാക്ഷനിലും എററിന്റെ കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും വരിക എന്ന് നോക്കാം. എറർ ഓഫ് എ സം ഓർ എ ഡിഫറൻസ്. സം ചെയ്യുമ്പോൾ കൂട്ടുമ്പോഴും അതേപോലെ കുറക്കുമ്പോഴും എററുകൾ എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുക. വെൻ ടു ക്വാണ്ടിറ്റീസ് ആർ ആഡഡ് ഓർ സബ്സ്ട്രാക്റ്റഡ്, രണ്ട് ക്വാണ്ടിറ്റികൾ നമ്മൾ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുമ്പോഴോ the absolute error in the final result is the sum of the absolute error in the individual quantities. രണ്ട് സംഖ്യകൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ കൂട്ടുകയാണെങ്കിലും കുറക്കുകയാണെങ്കിലും എററുകൾ തമ്മിൽ the absolute error in the final result is the sum of the absolute error. എററുകൾ തമ്മിൽ കൂട്ടണം. ഇതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. നോക്കൂ, if z is equal to a plus b, then maximum error delta z എങ്ങനെ കാണാം? delta z is equal to ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. എററുകൾ എപ്പോഴും കൂട്ടിയാൽ മതി. ഇനി z ഈക്വൾ ടു എ മൈനസ് ബി ആണെങ്കിലും മാക്സിമം പോസിബിൾ എറർ ഇൻ z എന്താ വരിക? ഡെൽറ്റ z ഇസ് ഈക്വൾ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. മനസ്സിലായോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഒന്നുകൂടി മനസ്സിലാവും. ഇപ്പൊ നോക്കൂ, ഒരു ടേബിളിന്റെ ലെങ്ത് നമ്മൾക്ക് പറയാം എൽ ഇസ് ഈക്വൾ ടു 10 പ്ലസ് ഓർ മൈനസ് ഒരു 0.5. അതേപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് പിന്നെ മറ്റൊരു വാട്സപ്പിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് അതിന്റെ തിയറി പാർട്ട് ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് കൂട്ടുമ്പോഴും കുറക്കുമ്പോഴും എററുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? എററുകൾ തമ്മിൽ കൂട്ടണം. ഇതാണ് നമ്മൾ ആദ്യത്തെ പറഞ്ഞത്, എറർ ഓഫ് എ സം ഓർ എ ഡിഫറൻസ്. മറ്റൊന്ന് എറർ ഓഫ് എ പ്രോഡക്റ്റ് ഓർ കോഷ്യന്റ്. മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും എങ്ങനെയാണ് വരിക? ഹരണത്തിലും ഗുണനത്തിലും എററുകൾ എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുക? When two quantities are multiplied or divided, the relative error is the sum of the relative error in the multipliers. ഗുണിക്കുമ്പോഴും ഹരിക്കുമ്പോഴും റിലേറ്റീവ് എററുകൾ, ഉത്തരത്തിന്റെ റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ മൾട്ടിപ്ലയേഴ്സിന്റെ ചോദ്യത്തിലുള്ള സാധനങ്ങളുടെ റിലേറ്റീവ് എററുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പോൾ മീൻസ് കൂട്ടുമ്പോഴും നേരത്തെ നമ്മൾ പറഞ്ഞ കൂട്ടുമ്പോഴും കുറക്കുമ്പോഴാണ്. രണ്ട് ക്വാണ്ടിറ്റീസ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുകയാണെങ്കിലും എററുകൾ തമ്മിൽ കൂട്ടണം. എററുകൾ തമ്മിൽ കൂട്ടാനേ പാടുള്ളൂ, കുറക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇനി ഗുണിക്കുമ്പോഴോ ഹരിക്കുമ്പോഴോ എന്താ സംഭവിക്കുക? എററുകൾ കാര്യമില്ല, റിലേറ്റീവ് എററിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഉത്തരത്തിന്റെ റിലേറ്റീവ് എറർ കിട്ടണമെങ്കിൽ ചോദ്യത്തിലുള്ള സാധനങ്ങളുടെ റിലേറ്റീവ് എററുകൾ തമ്മിൽ കൂട്ടിയാൽ മതി എന്നുള്ളതാണ്. z ഈക്വൾ ടു എ ഇൻറ്റു ബി ആണെങ്കിലും z ഈക്വൾ ടു എ മൈനസ് ബി ആണെങ്കിലും മാക്സിമം റിലേറ്റീവ് എറർ ഇൻ z ഡെൽറ്റ z ബൈ z കാണണമെങ്കിൽ ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി, ഡെൽറ്റ z ബൈ z ഈക്വൾ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. ഇങ്ങനെയാണ് വരിക. എന്ന് പറഞ്ഞാൽ എയിലുള്ള റിലേറ്റീവ് എററും ബിയിലുള്ള റിലേറ്റീവ് എററും, അതാണ് ഡെൽറ്റ എ ബൈ എ, മറ്റേ ബിയിലുള്ള റിലേറ്റീവ് ഡെൽറ്റ ബി ബൈ ബി. ഇത് രണ്ടും കൂടി കൂട്ടി നമുക്ക് എന്ത് കിട്ടും? സെഡിലെ റിലേറ്റീവ് എറർ കിട്ടും, ഡെൽറ്റ z ബൈ z കിട്ടും. മറ്റൊരു സാധനം എറർ ഇൻ കേസ് ഓഫ് എ ക്വാണ്ടിറ്റി റൈസ് ടു എ പവർ. പവറിലേക്ക് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് എറർ കമ്പൈൻ ചെയ്യുക? ദ റിലേറ്റീവ് എറർ ഇൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി റൈസ് ടു ദ പവർ k ഈസ് ദ k ടൈംസ് ദ റിലേറ്റീവ് എറർ ഇൻ ദ ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റി. നമ്മൾ z ഈക്വൾ ടു എ റൈസ് ടു k ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെൽറ്റ z ബൈ z റിലേറ്റീവ് എറർ ഇൻ ദ ആൻസർ അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പവറിനെ മൾട്ടിപ്ലൈ ചെയ്യാം. പവർ ഇൻറ്റു k ആണ് ഇവിടുത്തെ പവർ, സോ k ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. നമ്മൾ ഈ മൂന്ന് ഭാഗത്തിന്റെയും ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കഷൻ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അല്ല അതിന്റെ തിയറി പരീക്ഷയ്ക്ക് അതേപോലെ ഒരിക്കലും ചോദിക്കൂല എററുകൾ എങ്ങനെ കമ്പൈൻ ചെയ്യുക എന്നുള്ളതല്ല. നമുക്ക് അതൊരു പ്രോബ്ലത്തിൽ തന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് എററുകൾ വരിക എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ മറ്റൊരു ടൈം ആക്യുറസി ആൻഡ് പ്രിസിഷൻ. Accuracy and precision എന്ന് പറഞ്ഞാൽ the accuracy of a measurement is the measure of how close the measured value is to the true value. നമ്മൾ ട്രൂ വാല്യൂമായി എത്രത്തോളം അടുത്താണ് എന്നുള്ളതാണ് ആക്യുറസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. precision tells us what limit the quantity is measured. എത്രത്തോളം നമ്മൾ എത്ര അടുത്തിലാണ് ഈ സാധനങ്ങൾ മെഷർ ചെയ്തു എന്നുള്ളതാണ് precision ഉദ്ദേശിക്കുന്നത്. ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും.
നോക്കൂ, the accuracy of a measurement is the degree of closeness of measurement of a quantity to the true value. ഒരു ട്രൂ വാല്യൂവിന്റെ എത്ര അടുത്താണ് നമ്മൾ മെഷേർഡ് വാല്യൂ, ഇതാണ് അതിന്റെ ആക്യുറസി. വളരെ അടുത്താണെങ്കിൽ നല്ല ആക്യുറേറ്റ് ആണ്, അടുത്തൊന്നും അല്ലെങ്കിലോ ആക്യുറേറ്റ് അല്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ എത്രത്തോളം അടുത്താണ് എന്നുള്ളതാണ് ആക്യുറസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പ്രിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, the precision of a measurement is the degree to which the repeated measurement under unchanged conditions show the same result. പ്രിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എക്സ്പെരിമെന്റ് ഒരുപാട് പ്രാവശ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ റിപ്പീറ്റഡ് ചെയ്ത വാല്യൂസ് നമ്മളത് ഒക്കെ അടുത്തടുത്താണോ കിട്ടുന്നത് എന്നുള്ളതാണ് പ്രിസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Although the two words precision and accuracy can be synonyms and in colloquial, they are deliberately contrasted in the context of scientific method. നമ്മൾ സാധാരണ ആക്യുറേറ്റ് വാല്യൂ, പ്രിസൈസ് വാല്യൂ എന്നൊക്കെ പറഞ്ഞാൽ രണ്ടും ഏകദേശം ഒരേ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കലെങ്കിലും സയൻസിൽ എൻ്റയർലി ഡിഫറെന്റ് ആണ്. നോക്കൂ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിത്രത്തിൽ ഒന്നുകൂടി മനസ്സിലാവും നമുക്ക്. അപ്പൊ ആദ്യത്തെ ചിത്രത്തിൽ ലോ ആക്യുറസി ആൻഡ് ലോ പ്രിസിഷൻ ആണ് അല്ലെ, കാരണം അത് ആക്യുറേറ്റും അല്ല, കാരണം സെൻട്രലാണ് കറക്റ്റ് വരേണ്ടത്, ആക്യുറേറ്റും അല്ല അതേപോലെ പ്രിസൈസും അല്ല, അങ്ങനെ അടുത്തടുത്തല്ല വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ചിത്രത്തിൽ മുകളിൽ കൂടെ പോവുകയാണെങ്കിൽ രണ്ടാമത്തെ ചിത്രത്തിൽ ഹൈ ആക്യുറസി ആൻഡ് ലോ പ്രിസിഷൻ, കുറച്ചും കൂടി എന്തിട്ടുണ്ട് അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആക്യുറസി ഉണ്ട്, എന്നാൽ പ്രിസിഷന് ലോ ആണ്, അടുത്തടുത്ത് വന്നിട്ടില്ല. ഇനി മൂന്നാമത്തെ ചിത്രം ലോ ആക്യുറസി ആണ്, കാരണം ഇത് കുറച്ച് ദൂരത്താണ് വന്ന് കിടക്കുന്നത്. ലോ ആക്യുറസി ആണ്, എന്നാൽ ഹൈ പ്രിസിഷൻ ഉണ്ട്, ഒക്കെ അടുത്തടുത്താണ് കിടക്കുന്നത്. അവസാന ചിത്രത്തിൽ ഹൈ ആക്യുറസി ഉണ്ട്, ഹൈ പ്രിസിഷനും ഉണ്ട്. ഹൈ ആക്യുറസി ഉണ്ട് അല്ലെ, ഒക്കെ വളരെ അടുത്താണ്, എല്ലാം അതിൻ്റെ ഉള്ളിലുമാണ്. അപ്പൊ ഹൈ ആക്യുറസി ഉണ്ട്, ഹൈ പ്രിസിഷനും ഉണ്ട്. അപ്പോ ഇതാണ് നമ്മൾ പറഞ്ഞ ആക്യുറസി, പ്രിസിഷൻ. വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കഷൻ ചെയ്തിട്ടുള്ളൂ. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിർത്തുകയാണ്. ഇനി വേറൊരു ഭാഗത്തിലേക്ക് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പോകും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. ഓക്കെ.